കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നമ്മളെ ഒന്നിപ്പിക്കാനായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നേ. നമ്മൾ നമ്മുടെ സ്നേഹത്തെ വിശ്വസിച്ചാൽ മാത്രം മതി. നമ്മുടെ വിശ്വാസത്തെ അത് നിലനിർത്തി തരും. ഇല്ലില്ല, ശ്രേയ എങ്ങോട്ടും പോവില്ല ദേവേട്ട. അവള് തിരിച്ചു വരും. അങ്ങനെ തന്നെ ആയിക്കോട്ടെ. പക്ഷെ എന്റെ വിശ്വാസം എനിക്ക് വലുതാ. എന്റെ ഭാര്യയുടെ സ്ഥാനത്ത് നിൽക്കേണ്ട അവസരങ്ങൾ ഒത്തു വന്നപ്പോഴൊന്നും ശ്രേയ എന്റെ അരികിൽ ഉണ്ടായിരുന്നില്ലല്ലോ വൈദേഹി. എന്റെ സന്തോഷത്തിലായാലും വിഷമത്തിലായാലും അന്ന് ആ യാഗം നടന്നപ്പോഴും ഇന്ന് പോലും ഒരിക്കലും അവൾ എന്റെ അരികിലില്ലായിരുന്നു. സാഹചര്യങ്ങൾ എന്തോ ആയിക്കൊള്ളട്ടെ, പക്ഷെ നീ അരികിലുണ്ടായിരുന്നു. കാലം മാറിയാലും പരമ്പരകൾ മാറിയാലും ചില കാര്യങ്ങളിൽ മനുഷ്യരുടെ ചിന്താഗതി എന്തുകൊണ്ടിങ്ങനെ ശുഷ്കിച്ചു പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ശ്രേയ സിനിമയിൽ അഭിനയിച്ചതിനോട് അവളുടെ കുടുംബത്തിൽ ആർക്കും താല്പര്യമില്ലായിരുന്നു എന്നുള്ളത് അറിയാവുന്ന കാര്യമാണ്. അതോടുകൂടി വീട്ടിൽ ആരോടും പറയാതെ ശ്രേയ വീടുപേക്ഷിച്ച് ഇറങ്ങിപ്പോയി എന്നാണ് അറിയാൻ കഴിയുന്നത്. പറഞ്ഞതൊക്കെ സത്യമാണമ്മേ. അമ്മയുടെ കുഞ്ഞു മരുമോൾ മുങ്ങി. സത്യം പുറത്തു വന്നില്ലേ? ഇനി ഇവിടെ നിന്ന് തല്ലിക്കൊല്ലുമെന്ന് വിചാരിച്ച് പേടിച്ച് ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടതാവും. നിങ്ങളോടൊക്കെ എന്താ പറയേണ്ടെന്ന് എനിക്കറിയില്ല. അവളിങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല കൗസല്യേ. എന്നോട് ക്ഷമിക്കണം. ഇത്രയും നാളെ നീ ചെയ്ത തെറ്റുകളെല്ലാം ഞാൻ ക്ഷമിച്ചതാണ്. പക്ഷെ നീ ഇപ്പൊ ചെയ്ത തെറ്റുണ്ടല്ലോ, കുടുംബത്തിൽ എല്ലാവരെയും നാണം കെടുത്തുന്ന പരിപാടിയാ. ദേവേട്ടന്റെ കുടുംബത്തിന്റെ അന്തസ്സാണ് നഷ്ടപ്പെട്ടത്. എല്ലാരും ആകെ വിഷമത്തിലാ. നിന്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടില്ലെങ്കിലും നീ ചെയ്തൊരു തെറ്റിന് ഭർത്താവിന്റെ സ്ഥാനത്ത് ദേവേട്ടൻ കിടന്ന് പിടയുന്നത് കാണുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്തിനാ നീ ഇങ്ങനെ ചെയ്തത് ശ്രേയ? നീ എവിടെയാ പോയത്? ഹലോ സാറേ, ഞാനാ പ്രൊഡ്യൂസർ. അവര് സാറിന്റെ ഭാര്യയായിരുന്നു. ദാ ഇപ്പൊ TV പറഞ്ഞപ്പോഴാ അറിയുന്നേ. എവിടെയാടോ പിശാചേ താൻ? ഇന്ന് നിന്റെ എന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ, ആ വീഡിയോ റിലീസ് ചെയ്തിരുന്നു ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞിട്ട് പോലും താൻ എന്ത് ധൈര്യത്തിലാടോ അത് ചെയ്തേ? തന്നെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതണ്ട. സാർ, ഞാൻ റിലീസ് ചെയ്തതല്ല സാർ. എനിക്കൊന്നും അറിയില്ല സാർ. നീ അറിയാതെ ആ വീഡിയോ എങ്ങനെ പുറത്തിറങ്ങി? തന്നെ ഇറങ്ങിപ്പോയതാണോ? സാർ ഇങ്ങനെ പറയുമെന്ന് അറിഞ്ഞോണ്ടാ ഞാൻ തന്നെ സാറിനെ അങ്ങോട്ടേക്ക് വിളിച്ചേ. ഞാൻ എന്റെ പിള്ളേരുടെ ഫൂട്ടേജ് ഡിലീറ്റ് ചെയ്യണമെന്ന് ഇന്നലെ രാത്രി തന്നെ പറഞ്ഞതായിരുന്നു. പക്ഷേ എവിടെ നിന്ന് അങ്ങനെ ലീക്കായെന്ന് എനിക്ക് അറിയില്ല സാർ. സാർ എന്റെ മക്കളാണ് സത്യം സാർ. ഇനിയും സാറിന് വിശ്വാസം ആയില്ലെങ്കിൽ എന്നെ കൊന്നു കളഞ്ഞേക്കും സാർ.
പക്ഷേ ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ് സാറേ. ഈ കാര്യങ്ങളൊന്നും എൻ്റെ അറിവോടെ നടന്നല്ല സാറേ. എന്നെ വിശ്വസിക്കണം സാർ. ഓ ഈശ്വര, രക്ഷപ്പെട്ടു. ശ്രേയ എന്താ ഇവിടെ? ഒന്നുമില്ല ആനന്ദ്. ഒന്ന് ശ്രേയ എവിടേക്കാ പോന്ന്? വീട്ടില് ഹോമം നടക്കല്ലേ, എന്നിട്ട് ഇവിടെ നിന്നാ എങ്ങനെയാ? എന്താ ഈ വേഷവും ബാഗും ഒക്കെ? ശ്രേയ എവിടേക്കായി പോന്ന്? അപ്പൊ ഇവൻ ഇനിയും ടിവിയിൽ എന്നെ കണ്ടിട്ടില്ലല്ലേ? എന്താ നീ ഒന്നും മിണ്ടാത്തെ? പറ, എവിടെയാ പോന്നേ? നീ എന്തിനാ അതൊക്കെ അറിയുന്നേ? അതെന്താ ശ്രേയ നീ അങ്ങനെ പറഞ്ഞത്? ശ്രേയ, നിനക്ക് എന്താ പറ്റിയേ? വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? നമുക്ക് സംസാരിച്ച് ശരിയാക്കാം. നീ വീട്ടിലേക്ക് വാ. പറഞ്ഞ മനസ്സിലാവില്ലെന്നുണ്ടോ? വന്ന എന്റെ കഥ തീരും. എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടല്ലേ ഈ ടെൻഷനൊക്കെ? ആവേശത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ ഒരിക്കലും ശരിയാവണമെന്നില്ല. ശ്രേയ എന്റെ കൂടെ വാ. വന്നേ, വാ. എന്റെ അമ്മയെ ഞാനിത് കണ്ടു മടുത്തു. ഇന്ന് ചാനലുകാർക്കെല്ലാം കൊയ്ത്താണെന്ന് തോന്നുന്നല്ലോ. പാവം ശ്രേയ, എന്തോ ഒരു ഇൻട്രസ്റ്റിന്റെ പേരിൽ അവളൊരു ഷൂട്ടിംഗ് അറ്റൻഡ് ചെയ്തു. അതിന്റെ പേരിൽ എന്തിനാ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയേ? അതുകൊണ്ടല്ലേ ചാനലുകാർ ഇത് ഇത്രയും വലിയ ന്യൂസ് ആക്കിയത്. എന്ത് തെറ്റുകൾ ചെയ്താലും 4 ചുവരുകൾക്കുള്ളിൽ നമുക്കതൊക്കെ പറഞ്ഞു തീർക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ പടി കടന്ന് പുറത്തിറങ്ങിയ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പ്രത്യേകിച്ചും ഇതുപോലെ കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ പുറത്തിറങ്ങി പോകുമ്പോ കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും ആ കൂടെ ഇറങ്ങി പോവുക. പേടിച്ചിറങ്ങിപ്പോയതാന്ന് ആരും വിചാരിക്കില്ല. എവിടേക്കാ പോയത്, ആരോടൊപ്പം ആയിരിക്കും പോയത്, ഇങ്ങനെ 100 ചോദ്യങ്ങളും സംശയങ്ങളും ഉണ്ടാവും. ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പോ നമ്മുടെ അയലോകത്ത് പെൺകുട്ടിയാണ് ഇങ്ങനെ വീട് വിട്ടിറങ്ങി പോയതെന്നിരിക്കട്ടെ. നമ്മൾ എന്താ കരുതുക? അമ്മായിയമ്മ പോര് സഹിക്കാതെ ഇറങ്ങിപ്പോയതാണോ, അല്ലെങ്കിൽ ഭർത്താവ് കൊള്ളാത്തവനായതുകൊണ്ട് കളഞ്ഞതാണോ? ഇങ്ങനെ എന്തൊക്കെയോ ചിന്തിക്കുമല്ലോ. ഓരോരുത്തരും അവരവരുടെ ഔചിത്യത്തിന് എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടും. എന്ത് ചെയ്യാൻ പറ്റും? ആരെങ്കിലും നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? പോട്ടെ, നാണക്കേടിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. അത് നമ്മൾ ശ്രദ്ധിക്കാതിരുന്ന തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇന്നിപ്പോ വീട്ടിൽ നടക്കുന്ന ആ ഹോമത്തിന്റെ കാര്യം എന്ത് ചെയ്യും? ഭാര്യയും ഭർത്താവും കൂടി ഒന്നിച്ചു വേണ്ടേ അത് ചെയ്യാൻ? ഇപ്പൊ ഭാര്യയില്ല, ഹോമം എങ്ങനെയാ പൂർത്തീകരിക്കുക? പകുതിക്ക് വെച്ച് നിർത്തണ്ടേ എന്തോന്നേ? ഹോമം പൂർത്തിയായില്ലെങ്കിൽ അക്ഷയപാത്രം എന്ന അച്ഛൻ്റെ ആ ഡ്രീം പ്രോജക്റ്റും നിന്നു പോകും.
മഹാറാണി നഷ്ടപ്പെട്ട രാജാവിന് പിന്നെ കിരീടം എന്തിനാണ്, പ്രജാക്ഷേമം എന്തിനാണ്? പാവം ആ തിരുമേനിമാര് നേരം വെളുത്തപ്പ് തുടങ്ങിയതല്ലേ, ഒരു ക്ഷണം പോലും ആ മന്ത്രജപം നിർത്തിയിട്ടില്ല. നടക്കാത്ത കാര്യത്തിന് അവരുടെ തൊണ്ട ഇങ്ങനെ വറ്റിക്കണോ? കഷ്ടമല്ലേ അത്? മതിയാക്കിയേക്കെന്ന് പറഞ്ഞാലോ? അവിടെ നിൽക്ക. എന്തൊക്കെ സംഭവിച്ചാലും ഈ ഹോമം നിൽക്കാൻ പാടില്ല. അക്ഷയപാത്ര എന്റെ മോന്റെ സ്വപ്ന, അത് നടന്നേ തീരൂ. എങ്ങനെ നടക്കുമെന്ന ഇന്ദുമ്മ പറയുന്നത്? ഹോമത്തിനിരിക്കേണ്ട ശ്രേയ ഇപ്പൊ ഇവിടെ ഇല്ല. അവൾ എവിടെ പോകാനാ? നമ്മൾ എന്തേലും പറയുന്നുള്ള പേടികൊണ്ട് എങ്ങോട്ടേലും മാറിയതാകും. എവിടെയുണ്ടെങ്കിലും പിടിച്ചോണ്ട് വന്ന് ദേവന്റെ അരികിലിരുത്തി ഈ ഹോമം നടത്തിയേ തീരൂ. ആയിക്കോട്ടെ, തെറ്റ് ചെയ്തിരിക്കാം എന്ന് കരുതി വിട്ടുകളയാൻ പറ്റുമോ? വിട്ടുകളഞ്ഞാ പിന്നെയും പിന്നെ നാണക്കേട് കൂടുകയുള്ളൂ. പതുക്കെ നല്ലത് പറഞ്ഞു കൊടുത്ത് അവളെ മാറ്റിയെടുക്കാമല്ലോ. ഈ ഹോമം നടന്നേ തീരൂ. നീ എന്ത് പറയുന്നു കൗസല്യേ? എനിക്ക് സമാധാനമായി ഇന്ദു. നിങ്ങളുടെ വലിയ മനസ്സിന് എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കും. എന്ത് ചെയ്യാനാ ഇന്ദു, കൊച്ചുകുട്ടി അവള്. ഇനിയും പക്വത വന്നിട്ടില്ല. പറഞ്ഞു കൊടുത്ത എല്ലാം മനസ്സിലാക്കിക്കോളൂ. അവൾ എവിടെയുണ്ടെങ്കിലും എങ്ങനെയെങ്കിലും വിളിച്ചോണ്ട് വരാം. അതിന്റെ ആവശ്യമില്ല. എന്തോ സംഭവിച്ചെന്ന് എനിക്കറിയാം. അതാ മുഖത്തിത്ര ടെൻഷൻ. ആവേശത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ഒരിക്കലും ശരിയാവില്ല. വാശ്രേ, പോവാം. മനസ്സിലാവില്ലേ? ഹലോ ജയ. ഓക്കെ ഓക്കെ, ഞാൻ നേരെ എയർപോർട്ടിലേക്ക് തന്നെ വന്നേക്കാം. ഈ ജയൻ ആരാ? ഏത് എയർപോർട്ടിലേക്കാ? എവിടേക്കാ പോണേ? അതറിഞ്ഞിട്ട് എന്തിനാ? എന്റെ കയ്യൊന്ന് വിട്. വാ, വീട്ടിലേക്ക് പോവാം. വാ. അവിടെ എല്ലാം ശ്രേയക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ? വാ ശ്രേയേ, വാ. ഞാൻ പരമാവധി ശ്രമിച്ചതാ. കണ്ണിലേക്ക് മണ്ണെറിഞ്ഞിട്ട് അവൾ ഓടിക്കളഞ്ഞു. ഇപ്പോൾ മുംബൈയിലേക്കുള്ള ഫ്ലൈറ്റ് കയറി കാണും. അല്ല, എന്താ ഇവിടുത്തെ പ്രശ്നം? അതാ ഇവിടുത്തെ പ്രശ്നം. ഇവിടുള്ള ഒരു വഴക്കു പറയുമെന്ന പേടികൊണ്ടാ മുങ്ങിയതെന്നാ ഞങ്ങൾ കരുതിയേ. പക്ഷെ കഥ അതല്ലല്ലോ ഇന്ദുവമ്മേ. സിനിമയോടുള്ള പ്രേമം കൊണ്ടാ അവള് മുംബൈക്ക് ഫ്ലൈറ്റ് കയറി. മറ്റേത് ഭ്രാന്തിനും മരുന്നുണ്ട് ഇന്ദുവമ്മേ. പക്ഷെ ഈ സിനിമാ ഭ്രാന്ത് തലയ്ക്ക് പിടിച്ചാ ഒരു മരുന്നുകൊണ്ടും അത് മാറില്ല. അതുകൊണ്ടേ കുഞ്ഞു മരുമോളിനി ഇല്ല കേട്ടോ. ഈ ഹോമവും നടക്കില്ല. ഇനിയും നിങ്ങൾ സ്വപ്നം കാണുന്നത് ഏത് വകുപ്പില?
ന്യൂസ് ചാനലിൽ എന്താ പാട്ടൊക്കെ? ഈ കുട്ടിയല്ലേ ഇപ്പൊ എന്റെ കാറിന്റെ മുമ്പിൽ ഒന്ന് ചാടിയത്? ആദ്യത്തെ പാട്ടോട് കൂടി ലക്ഷക്കണക്കിന് ആരാധകരെയാണ് ശ്രേയയ്ക്ക് കിട്ടിയിരിക്കുന്നത്. രാജകുടുംബാംഗവും വർമ്മ ഇൻഡസ്ട്രീസിന്റെ നേതാവുമായ ദശരഥ രാമവർമ്മയുടെ മരുമകളാണ് ഈ ശ്രേയ. ഈ കുട്ടി വർമ്മയുടെ മരുമകളല്ല എന്നുള്ള കാര്യം ഞാൻ അന്നേ പറഞ്ഞതാണല്ലോ. എന്നിട്ട് ഇത് ആരും അറിഞ്ഞില്ല എന്നുണ്ടോ? അപ്പോൾ വർമ്മ ഇതുവരെ ഈ കാര്യം ആരോടും പറഞ്ഞിട്ടില്ല. ഒന്ന് വിളിച്ചു നോക്കിയേക്കാം. റിലീസ് ചെയ്ത ആദ്യത്തെ ദിവസം തന്നെ ഈ വീഡിയോ സോങ് നെറ്റിൽ ലക്ഷക്കണക്കിന് വ്യൂവേഴ്സിനെയാണ് നേടിയിരിക്കുന്നത്. നിർഭാഗ്യവശാൽ ശ്രേയ ഇങ്ങനെയൊരു ആൽബത്തിൽ അഭിനയിച്ചതിൽ അവരുടെ വീട്ടിൽ ആർക്കും താല്പര്യമില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. കൊട്ടാരം വീട്ടിലെ ദശരഥ രാമവർമ്മ കുറച്ചു നാളുകളായി കോമ സ്റ്റേജിൽ കിടക്കുന്നതുകൊണ്ട് മറ്റു കുടുംബാംഗങ്ങൾ ചേർന്ന് എന്ത് തീരുമാനമെടുക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം. എന്ന് വെച്ചാ ദശരഥ രാമവർമ്മ കോമ സ്റ്റേജിലാണെന്നോ? ഓ മൈ ഗോഡ്. എന്താ ആരും ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? ശ്രേയ വരില്ലെന്നുള്ളത് ഉറപ്പായി. ഇനിയിപ്പോ എന്താ ചെയ്യാൻ പോകുന്നേ? ഹോമം നടന്നേ പറ്റൂന്നല്ലേ ഇന്ദുമ്മ പറഞ്ഞേ. പക്ഷെ അതിനെന്താ ഒരു പോംവഴി? ചേച്ചി കഷ്ടമുണ്ട് കേട്ടോ. നോക്കിക്കേ, ശ്രേയ ചേച്ചി കാരണം എല്ലാരും എന്തുമാത്രം വിഷമിക്കുന്നുണ്ട്. ഇപ്പോഴെങ്കിലും സത്യം പറഞ്ഞൂടെ? ചേച്ചി മരുമോളാന്ന് പറഞ്ഞ മച്ചാന്റെ കൂടെ ഇരുന്ന് ചേച്ചിക്ക് ഹോമം ചെയ്യാലോ. ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. മിണ്ടാതിരിക്കും മാധവ. സത്യം ചേച്ചിയോണ്ട് ഞാൻ മിണ്ടാണ്ടിരിക്കാണ്. അല്ലെങ്കിൽ ഞാൻ തന്നെ എല്ലാം പറഞ്ഞാനെ. മിണ്ടാതിരിക്കാൻ. എന്നാ പിന്നെ ഇന്ദുവമ്മേ, ഇപ്പൊ ഹോമം നടക്കണോന്നുള്ളതല്ലേ വലിയ കാര്യം. അതിനി ശ്രേയ ഇല്ലാതെ നടക്കാൻ പറ്റുന്ന രീതിയിൽ പരിഹാരം ഒന്നും ഉണ്ടാവില്ലേ? അത് ശ്രേയ ഇല്ലാതെ എങ്ങനെ നടത്താനാ? അങ്ങനെ ഒരു പരിഹാരം ഉണ്ടായിരുന്നെങ്കിൽ വല്യമ്മ ഇത്ര ടെൻഷൻ അടിക്കുമായിരുന്നു അല്ലേ വല്യമ്മ? എന്തായാലും പരിഹാരം ഉണ്ടാവാതിരിക്കില്ലല്ലോ. ഗുരുക്കളോടൊന്ന് ചോദിച്ചു നോക്കാം. എന്നാ ചെന്ന് ചോദിക്ക്. ഭാര്യയും ഭർത്താവും ഒന്നിച്ചു ചെയ്യേണ്ട പൂജയാണെന്ന് എത്ര തവണ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് അയാളുടെ വായിലിരിക്കണ കൂടി കേൾക്കണ്ട. എന്റെ മോള് കാരണം ഈ കുടുംബത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്? എന്തിനവർ ഇത്രയേറെ വിഷമിക്കണം? സത്യത്തിൽ ദേവൻ കെട്ടിയത് വൈദേഹിയാണ്, ശ്രേയല്ലെന്ന് പറഞ്ഞാലെന്താ? അതോടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരമാകും. പറഞ്ഞേക്കാം. ഏയ്, എന്താടി നിന്ന് പിറുപിറുക്കുന്നേ? നീ പറയൂടി. എന്നാ പോയി പറയടി. പറയാൻ എന്താടി പറയാ? നിന്നോടാ. ഇങ്ങോട്ട് വന്നേ. വാടി ഇങ്ങോട്ട് വാ. വന്നേ ഇങ്ങോട്ട്. എന്താടി എന്തു പറയുന്ന? നീ എന്താ പറയാ? കല്യാണം കഴിച്ചത് നിന്റെ മോളെ അല്ല, ആ അനാഥപിണ്ടത്തിനെയാന്ന് പറയുവോ നീ? പിന്നെ നിന്റെ മോളുടെ ജീവിതം എന്തായി തീരും? അതിനിപ്പോ എന്റെ മോളെ എവിടെയമ്മേ? പോയില്ലേ അവൾ ഇവിടുന്ന്? ഒന്ന് പോടി. ഇതുപോലെ എത്ര വട്ടം അവള് പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ഇതൊക്കെ അവൾക്ക് പതിവുള്ളതല്ലേ. അവള് തിരിച്ചു വന്നോളും. അവള് തന്നെ ഈ വീട്ടിലെ മരുമോളായി ജീവിച്ചോളും. എന്നാലും അവര് പോലും ക്ഷമിച്ച് അവളെ എവിടെ ഉണ്ടെങ്കിലും വിളിച്ചോണ്ട് വരാന്ന് പറയുമ്പോ
നീ എന്തിനാ ഇടയ്ക്ക് കയറി കല ഉടയ്ക്കുന്നേ? തലയ്ക്ക് വലിയ ഓളം ഉണ്ടോടി? അവളുടെ കല്യാണത്തിന്റെ അന്ന് തന്നെ എന്റെ സമനില തെറ്റിപ്പോയത് അമ്മേ. അവള് കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാ ഇവിടെ നിന്ന് കാണുന്നില്ലേ? ചെയ്ത തെറ്റിന് ഇനിയെങ്കിലും പരിഹാരം കണ്ടില്ലെങ്കിൽ അവരുടെ ശാപം നമ്മുടെ തലയിൽ വീഴും. ഞാൻ പറയാൻ പോവാ അമ്മേ. ഏയ്, ആരോട് പറയുന്ന? എന്താന്ന് പറയൂടി? പറയൂടി നീ? പറയൂന്ന് പറയടി. പറയൂല്ലേ നീ? പറയൂടി. എന്നെ ധിക്കരിച്ച് നീ സത്യം പറയുവല്ലേടി? നിന്റെ മോളുടെ ജീവിതത്തിൽ നീ തന്നെ മണ്ണിടുവോ? പറയടി, പറയടി. എന്റെ തല പോയേ. അയ്യോ, ഇവിടെ കള്ളക്കൂക്ക, എന്നെ തല്ലുവാടാ നീ? നീ എന്റെ നേരെങ്ങാനും അന്നാൽ കൊന്നുകളയും പറഞ്ഞേക്കാം കളവി. അച്ഛമ്മയുടെ ക്രൂരതകൾക്ക് ഒരു അറുതി ഇല്ലാണ്ടായിരിക്കാണല്ലോ അച്ഛമ്മ കാരണോ അന്ന് വൈദേഹി ചേച്ചിയുടെ ജീവിതം നശിച്ചത്. എന്നിട്ട് ഇപ്പതേ സത്യം പറയാൻ പോവാന്ന് അമ്മ പറഞ്ഞപ്പോ അമ്മയുടെ കഴുത്തിനരിച്ച് കൊല്ലുന്നു. സത്യയിലൊരു കുന്തമില്ല. ഞാൻ എല്ലാരോടും സത്യം പറഞ്ഞോളാം. അവിടെ നീ കൊള്ളാ. നീ എന്നെ പേടിപ്പിക്കല്ലേ? പറയൂടാ, പറയോന്ന് അനുകരുത്. കൊച്ചുകുട്ടിയാ, അവനെ വിട്ടേക്ക്. അവനൊന്നും ചെയ്യല്ലേ. അയ്യമ്മ വേദനിക്കുന്നു. അയ്യമ്മ വേദനിക്കുന്നു. അയ്യോ ചെയ്യല്ലേ അമ്മേ. ഞാൻ പറയുന്നൊന്ന് കേക്കമ്മേ. അയ്യോ എനിക്ക് വേദനിക്കുന്നു. എന്നെ വിട് അമ്മേ. വിട്. അമ്മേ വേദന. ഇത് കണ്ടോ? കുത്തി കുത്തി ചോര വർത്തിച്ചു. എന്താണ് ഈ ചെയ്തത്? കൊലപാതകി. എന്റെ മോ ചോര വരുന്നേ. എന്റെ ഭർത്താവ് പോലും എന്നെ ഇങ്ങനെ തല്ലിയിട്ടില്ല. നിന്നെ ഇന്ന് ഞാൻ എന്ത് ചെയ്യന്നെ? അവന്റെ കാര്യം പോട്ടെ. ഒത്തിരി കിടന്ന് തുള്ളിയാലേ ഞാൻ തന്നെ സത്യങ്ങൾ പറയും. ഇത്രയും നാൾ അച്ഛമ്മ പറയുന്നത് കേട്ട് ഒന്നും പുറത്തു പറയാതിരുന്നില്ലേ? ഇപ്പൊ എന്തുകൊണ്ട് പറഞ്ഞൂടാ? ഒരു കാരണം ഉണ്ടെങ്കിൽ പറ. ന്യായമായ ഒരു കാരണം. അവക്ക് എത്ര അവസരങ്ങൾ കൊടുത്തതാ. ഇത്രയും വലിയൊരു കൊട്ടാരത്തിലെ മരുമകളായിട്ട് അത്രയും നല്ലൊരു മനുഷ്യന്റെ ഭാര്യയായി ജീവിക്കാൻ അവസരം കിട്ടിയിട്ട് ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് ആരെങ്കിലും പോവോ? അവക്കേ ഇതിന്റെ ഒന്നും വില അറിയാത്തത് കൊണ്ടാ ഇട്ടേച്ച് പോയത്. ഇത്രയും കാലം അവള് ചെയ്ത തെറ്റുകളൊക്കെ കവർ ചെയ്ത് രക്ഷപ്പെടുത്തി. പക്ഷെ ഇപ്രാവശ്യം ചെയ്തത് ക്ഷമിക്കാൻ പറ്റാത്ത അത്രയും വലിയ തെറ്റാ. പുറത്ത് കരയുന്നില്ലെന്നേ ഉള്ളൂ. ഓരോരുത്തരും എന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും. എന്ന് വെച്ചെന്താടി? നീ അങ്ങ് പറയുവോ? പറയില്ലെന്ന് കരുതിയോ?